വരുന്ന നോമ്പിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നരുത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, എനിക്ക് ഈ റമദാൻ വരുന്നതിൽ സന്തോഷക്കുറവുണ്ടോ? സന്തോഷക്കുറവുണ്ടെന്നാണ് എന്റെ മറുപടി എങ്കിൽ ഞാൻ എന്റെ ഈമാൻ ഒന്ന് പരിശോധിക്കണം. ഞാൻ എന്തിന് സന്തോഷിക്കാതിരിക്കണം? അതെ, ഈ റമദാൻ വരുമ്പോൾ എത്ര ചൂടുള്ള കാലഘട്ടമാവട്ടെ, എത്ര സുദീർഘമായ പകലാവട്ടെ, അല്ലാഹുവേ നീയല്ലേ എനിക്ക് ആരോഗ്യം തരുന്നവൻ, നീയല്ലേ എനിക്ക് തൗഫീഖ് നൽകുന്നവൻ. അതുകൊണ്ട് വരാനിരിക്കുന്ന മാസത്തെ ആഫിയത്തോടെ സ്വീകരിക്കാൻ, ആ മാസത്തിൽ വളരെ സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കാൻ, ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് തരണേ എന്നാണ് നിരന്തരമായി സഹോദരീ സഹോദരന്മാരെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കാൻ പോകുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്നു, എത്രയോ കൊല്ലങ്ങൾ നമ്മൾ നോമ്പെടുത്തവരാണ്. പക്ഷേ കഴിഞ്ഞുപോയ എത്രയോ വർഷങ്ങളിൽ നോമ്പെടുത്ത ആളുകൾ ഇന്ന് ഖബറിലല്ലേ. നാം പോലും ഇനി റമദാനിൽ എത്തുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാതെ നമുക്കും റമദാനിലെത്താൻ കഴിയില്ല.